നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ഗോവിന്ദൻ നല്ല ടെൻഷനിലാണ്. കാരണം മറ്റൊന്നുമല്ല, കാനൊക്കെ പോയിട്ടുണ്ട് നവ്യയെ കാണാനായിട്ട്. ഇനിയിപ്പം നവ്യയോട് സത്യങ്ങളൊക്കെ തുറന്നു പറയോ? അങ്ങനെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ദുരന്തം തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. നവ്യ ഒരിക്കലും ആ, അംഗീകരിച്ചു കൊടുക്കില്ല അങ്ങനെ ഒരു ബന്ധം. അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ മിക്കവാറും അവനെ കൊല്ലാനും മടിക്കില്ല. എന്നിട്ട് അവൾ ആത്മഹത്യ ചെയ്യുള്ളൂ. അത് മുമ്പേ അവൾ പറഞ്ഞ കാര്യമാണ്. കനയ്ക്ക് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ കനക അത് വിളിച്ചു പറയുകയും ചെയ്യും. കാരണം കനക ഒന്ന് രണ്ട് ഡിമാൻഡൊക്കെ നവ്യയുടെ മുന്നിൽ വെക്കും. അതൊന്നും അവൾ അംഗീകരിക്കാതെ വന്നാൽ പിന്നെ കനയ്ക്ക് വേറെ നിവൃത്തി ഉണ്ടാകത്തില്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് ടെൻഷനായി. ഗോവിന്ദൻ പിന്നീട് നയനയെ വിളിക്കുകയാണ്. നയനയെ വിളിച്ചു കഴിഞ്ഞപ്പോൾ നയന ചോദിച്ചു, എന്താച്ചാന്ന് ചോദിച്ചു. മോളെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താച്ചാ? അത് പിന്നെ കനക നവ്യയെ കാണാൻ പോയേക്കോന്ന് പറഞ്ഞു. നവ്യേച്ചിയെ കാണാനോ? എന്തിനാ? എന്റെ മോളെ ഒന്നും പറയണ്ട, സത്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയുമെന്നും പറഞ്ഞാ പോയിരിക്കുന്നേ. ചന്തുമോള് ആദർശിന്റെ കുഞ്ഞല്ല, ഹബിയുടെ കുഞ്ഞാന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമെന്നും പറഞ്ഞ് ഇവിടുന്ന് പോയേക്കുന്നേ. എനിക്ക് ആകെപ്പാട് ടെൻഷൻ ആവുന്നുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എങ്ങോട്ടാ പോയേക്കണെന്ന് ചോദിച്ചു. പിന്നീട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞു. പിന്നീട് നയന പിന്നെ കനകയെ വിളിക്കുകയാണ്. കനകയെ വിളിച്ചിട്ട് കനക കോൾ എടുക്കുന്നില്ല. ദൈവമേ, അമ്മ കോൾ എടുക്കുന്നില്ലല്ലോ, പണിയായോ? ഇതാകെപ്പാടെ പ്രശ്നമാവും. പിന്നീട് നേരെ ആദർശിന്റെ അരിയിലേക്ക് എല്ലുവാണ്. ആദർശിന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ആദർശേട്ടാ ആകെപ്പാടെ കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലായെന്ന് പറഞ്ഞു. എന്താ നയനെ? അത് പിന്നെ അമ്മ നവ്യേച്ചിനെ കാണാൻ പോയേക്കോന്ന് പറഞ്ഞു. നവ്യനോ? അതെന്തിനാ നവ്യനെ കാണാൻ പോന്നേ? അത് പിന്നെ അബി എൻ ജ്വല്ലറി മാനേജർ ആകാൻ പോവല്ലേ, അത് അമ്മയ്ക്ക് സഹിച്ചില്ല. അമ്മ സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്നും പറഞ്ഞ പോയിരിക്കുന്നേ. ഒരു പക്ഷേങ്കില് നവ്യേച്ചി അബീനെ എൻ ജ്വല്ലറിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അമ്മ ആ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞേക്കുന്നേ. അപ്പൊ അത് പണിയായല്ലോ എന്ന് പറഞ്ഞു. അതെ, ഞാൻ അമ്മയെ വിളിച്ചിട്ട് അമ്മ കോൾ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, എവിടെ എങ്ങോട്ടാ പോയെന്നൊക്കെ അറിയാന്ന് ചോദിച്ചു. അതെന്നോട് അച്ഛൻ പറഞ്ഞായിരുന്നു പറഞ്ഞു. അച്ഛനും ആകെപ്പാടെ ടെൻഷനില്ല. ഇതെങ്ങാനും നവ്യേച്ചി അറിഞ്ഞ ഇത്രയും കാലം നമ്മള് കരുതി വെച്ചൊക്കെ വെറുതെ ആവൂല. കാരണം ഇത്രയും കാലം ഒരു ആപത്തുണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്തു. പക്ഷെ ഇന്ന് ആ കാര്യം നവ്യേച്ചി അറിഞ്ഞിട്ടുണ്ട്, സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആദർശം ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്ന് പറഞ്ഞു. നവ്യയും കനയെ കണ്ടുമുട്ടാന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാം. ഒരുപക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അമ്മയെ തടയാന്ന് പറഞ്ഞു. ഈ സമയത്ത് അഭി ഭയങ്കര ടെൻഷനിലാണ്. ദൈവമേ, എങ്ങാനും നവ്യ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തന്റെ ജീവിതം തീർന്നു. തന്നെ അവള് വെറുതെ വെച്ചേക്കില്ല, തന്നെ വലിച്ചു കീർത്തുള്ളൂ. അങ്ങനെ ടെൻഷൻ അടിച്ച് നേരെ ദേവേന്റെ അടുത്തേക്ക് വന്നു. ദേവേനിച്ച് എന്താടാ? അതെ, അമ്മായി ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്താ? നവ്യനെ അവളുടെ അമ്മ വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചിട്ടുണ്ടെന്നോ? അതെ, മിക്കവാറും ഒന്ന് സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് തോന്നേ. എടാ പറയണം, നിന്റെ കയ്യിലിപ്പോണ്ട് അങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് പറഞ്ഞു. അത് പിന്നെ ചന്തുമോളുടെ അച്ഛൻ ഞാനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അറിയാലോ, നവ്യ പിന്നെ എന്നെ വെച്ചേക്കില്ല എന്ന് പറഞ്ഞു. എടാ, നിന്നെ അവള് കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ, സന്തോഷമുള്ളൊരു കാര്യ. ഈ കുടുംബത്തിൽ നിന്നിട്ട് ഈ കുടുംബത്തിലെ ചോറ് നിന്നിട്ട് നീ നന്ദികേട് കാണിക്കല്ലേടെ ചെയ്തേ. ഏൻ ജ്വല്ലറിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോന്നു, അവിടുത്തെ മാനേജറായിട്ട്. ഇത്രയും കാലം നീ എന്റെ മോനെ പറ്റിച്ചു. പക്ഷേങ്കില് നവ്യ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നവ്യ നിന്നെ വെറുതെ വിടലടാ, എല്ലാത്തിനും കൂലിയും തീർത്ത് നിനക്കിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ അഭി പറഞ്ഞു, അമ്മായി ഒന്ന് വിളിച്ചിട്ട് പറ, എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങളൊന്നും പറയില്ലെന്ന്. എടാ, പറയുവാണെ പറയട്ടെ, ഞാനിത് പറയണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അവളുടെ അമ്മ പറയണം, നല്ല കാര്യമാ. ഇനിയിപ്പോ കാര്യങ്ങൾക്കൊരു തീരുമാനമല്ലോ. നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നുണ്ടായിരുന്നു, നിന്റെ മാത്രമല്ല നിന്റെ അമ്മയുടെ. ആ അഹങ്കാരത്തിന് അറുതി വരാൻ പോവാടാ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അഭി പറഞ്ഞു, അമ്മായി പ്ലീസ് ഒന്നും പറയണ്ട, അനുഭവിക്കാനുള്ള നീ അനുഭവിച്ച് തന്നെ തീർത്തോളം പറഞ്ഞു. അതും പറഞ്ഞു ദേവേനെ അങ്ങോട്ടേക്ക് പോയി. അപ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിച്ചു, എന്താടാ? ദേ അമ്മായി പറയണേ, ചന്തുമോൾ എന്റെ കുഞ്ഞാന്നുള്ള കാര്യം അറിയട്ടെ എന്നാ പറയണേ. അവരങ്ങനെയല്ലേ പറയുള്ളൂ. എടാ, അവരുടെ കാല് പിടിക്കാൻ പോയ സമയത്ത് നിനക്ക് വേറൊരു പണിയില്ലായിരുന്നോ? ദേ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷെ എന്റെ അവസ്ഥ എനിക്കും അറിയുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, എടാ ഇതൊക്കെ ഓരോന്നൊക്കെ ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണം, ഇപ്പൊ ആലോചിച്ചിട്ട് കാര്യമില്ല. എടാ, കണ്ട പെണ്ണുങ്ങളെ പുറകെ പോകുമ്പോഴേ നീ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചോന്ന് ചോദിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഇല്ലല്ലോ, അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അഭി പറഞ്ഞു, അമ്മയെ സംഭവിച്ചു പോയില്ലേ, സംഭവിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഇനി കൈകാലിട്ടടിച്ചിട്ട് കാര്യമുണ്ടോ? എടാ, ഇതെങ്ങാനും ഇനി നവ്യ അറിഞ്ഞ എന്റെ കാര്യം തീർന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാ അവള് ഇങ്ങോട്ടേക്ക് വരുന്ന എങ്ങനെയായിരിക്കും നിനക്ക് അറിയാലോ എന്ന് പറഞ്ഞു. അഭി ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുക, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്ത്
കനക പറഞ്ഞിടത്തേക്ക് നവ്യ അങ്ങോട്ട് ചെന്നു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. കനക വന്നിട്ട് നവ്യോട് പറഞ്ഞു, അല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു. അത് കേട്ടിഞ്ഞപ്പോൾ നവ്യ പറഞ്ഞു, അത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ വന്നേ. അമ്മയ്ക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയാം. അബിയെ എൻ ജ്വല്ലറിയുടെ മാനേജറാക്കി പറഞ്ഞു വിടല്ലെന്നല്ലേ അമ്മ പറയണേ. അതെന്താളും നടക്കത്തില്ലമ്മേ. ഞാൻ വിടുക തന്നെ ചെയ്യും. എനിക്ക് അബിക്കും ജീവിക്കണം. ഞങ്ങൾക്കൊരു മോനുണ്ട്. അമ്മയുടെ ഇളയ മോൾക്കും രണ്ടാമത്തെ മോൾക്കും മാത്രം ജീവിച്ചാൽ പോരല്ലോ, ഞങ്ങൾക്കും ജീവിക്കണ്ടേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, മോളെ നീ ജീവിക്കലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേങ്കില് അബി അവൻ ആ ജ്വല്ലറിക്ക് പോകേണ്ട കാര്യമില്ല. നീ അന്തപുരിയിലാ കഴിയണേ. അവരുടെ മുഖത്ത് കരി വാരത്തേക്കുന്ന ഒരു കാര്യം ചെയ്യരുത്. അന്ന് നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് തന്നെ ഞാൻ നിന്നെ വിലക്കിയത പോവല്ലെന്ന്. പക്ഷെ നീ എന്റെ വാക്കൊന്നും കേട്ടില്ല. അപ്പോഴേക്കും നബി പറഞ്ഞു, അമ്മയുടെ വാക്ക് കേട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും. നയന മൂർത്തി ജ്വല്ലറി ഡിസൈനറായിട്ട് പോയ സമയത്ത് അമ്മ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലോ. അത് പിന്നെ നയന മൂർത്തി ജ്വല്ലറിലല്ലേ പോയത്, അല്ലാതെ എൻ ജ്വല്ലറിലല്ലല്ലോ. ഓ, അപ്പൊ അവൾക്ക് പോകുന്നതിന് കുഴപ്പമില്ല. എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോയാലേ പ്രശ്നമുള്ളൂ. അത് എൻ ജ്വല്ലറിക്കാരും മൂർത്തി ജ്വല്ലറിക്കാരും ശത്രുക്കളാണെന്നറിയാലോ. അതെ, ശത്രുവും മിത്രമൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് പൈസ എവിടെ നിന്ന് കിട്ടുന്നോ ഞാൻ അവിടേക്ക് പോകും. അല്ലാതെ അമ്മയുടെ പറയുന്നത് കേട്ടിട്ട് നിന്നിട്ടുണ്ടെങ്കിലേ എന്റെ ജീവിതം താറുമാറായി പോന്നേ. എനിക്കും അബിക്കും ജീവിക്കണം. പിന്നെ പോരാത്തിന് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോ കനക പറഞ്ഞു, മോളെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അബിയുടെ സ്വഭാവം. അവൻ അത്ര നല്ലവനൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെ അബി നല്ലവനല്ല പോലും. എനിക്ക് അവനെ വിശ്വാസമുണ്ട്. എന്താണെങ്കിലും അമ്മയുടെ രണ്ടാമത്തെ മരുമോനേക്കാളും ഭേദവാ. ആദർശ് എന്ന് പറയുന്നവന് അവൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിരിക്കുന്നത്. എന്നിട്ടിപ്പം നല്ലവനായിട്ട് ഇറങ്ങി നടക്കുവാണല്ലോ. അത്രയും വലിയ തെറ്റ് ചെയ്തിട്ടൊന്നും ആർക്കും ഒരു കുഴപ്പമില്ലായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. എന്നിട്ടാണ് അമ്മ ഇതൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ. അബിയുടെ സ്വഭാവം കൊള്ളത്തില്ല പോലും. അപ്പോഴേക്കും കനയ്ക്ക് ദേഷ്യം വന്നു. കനക പറഞ്ഞു, ഇനിയിപ്പം നിന്നോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. നീ ഇത്രയും നാളും ആദർശനെ കുറ്റപ്പെടുത്തിയല്ലോ. അങ്ങനെ കുറ്റപ്പെടുത്താനുള്ള ഒരു യോഗ്യത നിനക്കോ നിന്റെ ഭർത്താവിനും ഇല്ലെന്ന് പറഞ്ഞു. ഇത് കേട്ട് ഇനിയിപ്പം നബി പറഞ്ഞു, അതെന്ത് വർത്താനമേ പറയണേ. അയാളെ കുറ്റപ്പെടുത്തുമല്ലാതെ ഒരു പാവം പിടിച്ച പെണ്ണിനെ ഒരു പെണ്ണിനെ പിഴപ്പിച്ച് അതിനകത്ത് ഒരു കുഞ്ഞിനെ ഉണ്ടാക്കിയതല്ലേ ആദർശ്. എന്നിട്ടാണോ അമ്മ അവന് വേണ്ടി വാദിക്കുന്നതെന്ന് ചോദിച്ചു. മോളെ നവ്യേ, നിനക്ക് തെറ്റിയെന്ന് പറഞ്ഞു. ആദർശിന്റെ മോളെ ചന്തു എന്നോർത്താണോ നീ ഇരിക്കുന്നേ? ഒരിക്കലുമല്ല. നിന്റെ ഭർത്താവില് അനഘയ്ക്കുണ്ടായ കുഞ്ഞാണ് ചന്തു എന്ന് പറഞ്ഞു. എന്താമ്മേ പറഞ്ഞെന്ന് ചോദിച്ചു. നിന്റെ ഭർത്താവ് അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന് പറഞ്ഞു. ഇത് കേട്ടിഞ്ഞപ്പോ നബി പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്കറിയായിരുന്നു അമ്മ ഇങ്ങനെയൊക്കെ പറയൂന്ന്. ഇപ്പൊ പുതിയ അടവുമായിട്ട് വന്നിരിക്കുമല്ലേ. ഇതും പറഞ്ഞു ഞാനും അബിയും തമ്മിൽ വഴക്കുണ്ടാക്കണം, അതല്ലേ അമ്മയുടെ ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോഴേക്കും കനക പറഞ്ഞു, അങ്ങനെ വഴക്കുണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല. കാരണം നിന്റെ ജീവിതം തകർത്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നീ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ പറയുന്ന നിന്റെ ഭർത്താവും നിന്റെ അമ്മായിമ്മയൊക്കെ ദേവേനി അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഓരോരുത്തരും പറയുന്ന അനുസരിച്ചിരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവൻ അടുക്കള ജോലികളല്ലേ ചെയ്യുന്നുണ്ട്. അതിന് തക്കതായൊരു കാരണം ഉണ്ടായിട്ടല്ലേ അവൻ എന്തിനോ ഭയക്കുന്നുണ്ട്. അത് നീ ചിന്തിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നബി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. മോളെ, സത്യമായിട്ടുള്ള കാര്യം ഇത്. അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. ഇനി തെളിവ് വേണമെങ്കിൽ നായനയോടും ആദർശനോടും ചോദിച്ചാൽ മതി. അവർ നിനക്ക് വേണ്ടുന്ന തെളിവുകളൊക്കെ തരും. കാരണം അബിയുടെ കുഞ്ഞാന്ന് DNA ടെസ്റ്റ് മൂലം തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. അവരുടെ കയ്യിൽ എന്റെ രേഖയുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നബി ഒന്ന് ഞെട്ടി. ഇത്ര സമയം നബി അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഇത്രയും നാൾ നീ ആദർശനെ കുറ്റപ്പെടുത്തിയല്ലോ. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷെ നിന്റെ ജീവിതം തകരണ്ടല്ലോ എന്ന് കരുതിയിട്ടാ അവളൊന്നും പറയാതിരുന്നേ. ആദർശനെ കുറ്റപ്പെടുത്തി പറയുമ്പോഴും എനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നിന്നെക്കുറിച്ചായിരുന്നു അവള് ചിന്തിച്ചേ. അവളെയൊക്കെയാണ് നീ വേദനിപ്പിച്ചേ, അറിയാലോ. ഏഞ്ചുള്ളിലേക്ക് നീ പരസ്യത്തിൽ അഭിനയിക്കാൻ പോകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സിൽ എത്രമാത്രം വിഷമം ഉണ്ടായിരുന്നറിയാവോ. ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്, അബി നീ ഉദ്ദേശിക്കുന്ന പോലെ ആളൊന്നും അല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ നബിക്ക് തോന്നി പറഞ്ഞൊക്കെ ശരിയാന്ന്. പിന്നീട് കനക പറഞ്ഞു, ഇതിന്റെ പേരില് നീ അവിടെ പോയി വഴക്കടിക്കാനൊന്നും പറഞ്ഞല്ല, സത്യാവസ്ഥകൾ നീ അറിഞ്ഞിരിക്കണം, അതിനു വേണ്ടി പറഞ്ഞാന്ന് പറഞ്ഞു. പക്ഷെ നബി ഒന്നും മിണ്ടാതെ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോവുക ചെയ്ത് അവിടുന്ന്. അങ്ങനെ നബി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആദർശ് നയനയും കൂടി ഓടി അങ്ങോട്ട് വരുന്നേ. വന്നു കഴിഞ്ഞപ്പോൾ കനക അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നയന ചോദിച്ചു, അമ്മ നവ്യേച്ചനെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതേ, നവ്യ ഇപ്പൊ അങ്ങോട്ട് പോയതോളെന്ന് പറഞ്ഞു. അല്ല അമ്മ നവ്യേച്ചിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞോ? ഇത് കേട്ടതും കനക പറഞ്ഞു പറയാതിരിക്കാൻ പറ്റിയില്ല. അവളുടെ അഹങ്കാരം അത്രമാത്രമായിരുന്നു. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അവളുടെ ഭർത്താവിനെ AN ജ്വല്ലറിയിലേക്ക് വിടണം പോലും മാനേജരായിട്ട്. ഇതിൽ കൂടുതൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലായിരുന്നു മോളെ.
ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ദൈവമേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാനായിട്ടാ? ഇത്രയും കാലം മറച്ചു വെച്ചില്ലേ? ഒത്തിരി കാലമൊന്നും സത്യങ്ങളൊന്നും മൂടി വെക്കാൻ പറ്റില്ലമ്മേ. അല്ല, പറ്റില്ല മോളെ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞേന്ന് പറഞ്ഞു. ഈ സമയം നയന പറഞ്ഞു, ഇനിയിപ്പോൾ എന്തൊക്കെയാ വീട്ടിൽ സംഭവിക്കണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ പ്രശ്നം ആവൂലെന്ന് പറഞ്ഞു. ആവട്ടെ, ഇനിയിപ്പോൾ അത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നയന് നവ്യ ഇനിയും കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ നവ്യയുടെ തോന്നിയാസം കാണിക്കും. അത് പാടില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആദർശനും നയനയ്ക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ നവ്യ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. അബിയുടെ കാര്യത്തിലൊരു തീരുമാനം ആവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.